بسم الله الرحمن الرحيم وإذا أخذ ربك من بني آدم من ظهوركم ذريتهم وأشهدهم على أنفسهم ألست بربكم ഞാനല്ലയോ നിങ്ങളുടെ റബ്ബെന്ന് ചോദിച്ച ദിവസമാണ് അറഫ. ആദം നബിയുടെ സന്താന പരമ്പരകളിലെ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ അർവാഹുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അലസ്തു ബിറബ്ബിക്കും, മനുഷ്യരേ നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ? ബലാ ബലാ, അതെ അല്ലാ, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്. സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ ദിവസമാണ് അറഫ. അല്ലാഹനെ ഒന്ന് തിരിച്ചറിയാം. അല്ലാഹ് ആരാ? എനിക്ക് നിങ്ങൾക്കും ആ പടച്ചോ മാത്രമല്ലേ ഉള്ളൂ. സങ്കടം വരുമ്പോ ശക്തമായ പനി വന്ന് പനി അങ്ങട്ട് ആശ്രമ മെഡിസിറ്റിയിൽ പോയിട്ട് മാറുന്നില്ല, മെഡിക്കൽ ടെസ്റ്റിൽ പോയിട്ട് മാറുന്നില്ല, എവിടെ പോയിട്ടും പനി അങ്ങട്ട് കുറയുന്നില്ല. പാപ്പുണ്ട്, ഉമ്മുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാരും ചുറ്റും നിൽക്കുകയാണ്. എനിക്ക് ആരാവുള്ളൂ? പടച്ചോനെ ഒന്ന് മാറ്റിത്താ അല്ലാഹ്. അബ്ബല്ലാതെ ആരുണ്ട് എനിക്ക് നിങ്ങൾക്ക്? നിങ്ങൾ പറ. സർവ്വതും നശിച്ചാലും സർവ്വതും ഇല്ലാതായി പോയാലും എനിക്ക് എന്റെ റബ്ബുണ്ടെന്നുള്ള തിരിച്ചറിവാണ് അറഫ നമുക്ക് നൽകുന്നത്. രണ്ടാമത് അറഫ അറിയേണ്ടത് എങ്ങനെയെന്നറിയോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിയെ തിരിച്ചറിഞ്ഞ ദിവസമാണ് അറഫ ദിവസം. അതാണ് ദുൽഹിജ്ജ് 9 അറഫ. മനുഷ്യരെ തിരിച്ചറിയണം, സങ്കടങ്ങൾ അറിയണം, നൊമ്പരങ്ങൾ അറിയണം, പാവപ്പെട്ടവനെ അറിയണം, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന പണിക്കാരുടെ സങ്കടങ്ങൾ അറിയണം, നമ്മള് പരസ്പരം നമ്മുടെ മനസ്സുകൾ അറിയണം. നിങ്ങൾ അടുത്തിരിക്കുന്നവൻ ചിലപ്പോ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവൂല, അവൻ പട്ടിണിയായിരിക്കും. അവനെ അറിയാതെ, അവനെ തിരിച്ചറിയാതെ 1000 ഹജ്ജ് നീ ചെയ്താലും ഒരു ഹജ്ജ് പോലും അല്ലാഹു സ്വീകരിക്കൂല. മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, നിരവധി അനുഗ്രഹങ്ങൾ. അവന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾക്ക് നാം നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ ലാ തുഹ്സുഹാ, അത് എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഖുർആൻ. അതേ ഖുർആൻ തന്നെ പറയുന്നു, ഇൻ ശക്കർതും ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി നിങ്ങൾ മാറണം എന്നാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഫിൽ ഇൻസാനി 60 വ 300 മഫ്സലിൻ, മനുഷ്യനിക്ക് 360 ജോയിന്റുകൾ ഉണ്ട്. നമ്മുടെ ശരീരത്തെ ആകെ കൂട്ടിയാൽ 360 ജോയിന്റുകളാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഈ 360 ജോയിന്റുകളും നമ്മുടെ ശരീരങ്ങളിൽ ഇങ്ങനെ ചലിച്ചാൽ മാത്രമാണ് മനുഷ്യന് നടക്കാൻ, നിൽക്കാൻ, ഇരിക്കാനൊക്കെ കഴിയുള്ളൂ. ഫഅലൈഹി അൻ യതസദ്ദഖ അൻ കുല്ലി മഫ്സലിൻ മിൻഹാ, അങ്ങനെ ഓരോ ജോയിന്റുകൾക്കും അതിന്റെ പ്രവർത്തന ക്ഷമതയ്ക്ക് അള്ളാഹു നമുക്ക് തന്ന നിഅമത്തിന് പകരം നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യണം. എങ്ങനെ? സ്വതക്ക ചെയ്യണം. അപ്പൊ സഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, വമനില്ലദീ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, ഈ 360 ജോയിന്റുകൾക്കും എല്ലാ ദിവസവും ഇങ്ങനെ സ്വതക്ക കൊടുക്കാൻ വേണ്ടി എന്നാൽ ഞങ്ങൾക്ക് അതിന് കഴിയുമോ നബിയെ എന്നാണ് സഹാബത്തിനോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു, ഖാല അൻനുഖാഅത ഫിൽ മസ്ജിദി തുദ്ഫിനുഹാ അവിശൈഉ തുൻഹീഹി അനി ത്വരീഖ. നന്ദി ചെയ്യണമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിന്റെ പള്ളിയിൽ നീ കയറി ചെല്ലുമ്പോൾ അവിടെ വല്ല തുപ്പലമോ അല്ലെങ്കിൽ വല്ല വേസ്റ്റോ നജസോ കണ്ടാൽ നീ അത് എടുത്ത് കളയല്ല, അള്ളാഹുവിന് ചെയ്യുന്ന നന്ദിയിൽ പെട്ടതാണെന്ന് പരിശുദ്ധ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. സംഗതി ഇവിടെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ശമ്പളം കൊടുത്ത ആളെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ നീ ചെയ്യുന്ന നന്മകളെല്ലാം അള്ളാഹുവിന് നന്ദിയാണ്. പള്ളിയിൽ കയറി വന്നപ്പോ പള്ളിയുടെ മെഹ്റാബിൽ പള്ളിക്കാട്ടം, അത് മുല്ലാക്കെടുത്ത് കളഞ്ഞില്ല, അല്ലെങ്കിൽ ഉസ്താദ് ശ്രദ്ധിച്ചില്ല, ഇതൊക്കെ പറയലല്ല നിന്റെ ഉത്തരവാദിത്തം. ചിലപ്പോ അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല. നിന്റെ കണ്ണിൽ പെട്ടാൽ നീ ആദ്യം നിന്റെ കൈ കൊണ്ട് നിനക്ക് ചലിക്കാനും നിൽക്കാനും ഇരിക്കാനും കിടക്കാനൊക്കെ നീ 10 പൈസ കൊടുക്കാതെ നിനക്ക് അള്ളാഹു അനുഗ്രഹം തന്ന റബ്ബിന് നന്ദിയായിട്ട് ആ നജസ് നീ എടുത്തു മാറ്റൽ നിനക്ക് അള്ളാഹു എന്ന അനുഗ്രഹത്തിന് നന്ദിയാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. എല്ലാം അങ്ങനെയാണ്.
നബിതങ്ങൾ പറയാണ് വഴിയിൽ കിടക്കുന്ന തടസ്സങ്ങൾ നീ മാറ്റി. നീ റോട്ടിലൂടെ പോയപ്പോൾ ഒരു കല്ല് കിടക്കുന്നു റോട്ടിന് നടുക്ക്, നീ വാഹനത്തിൽ പോവാണ്, നീ വാഹനം നിർത്തിയിട്ട് ആ കല്ലെടുത്ത് മാറ്റൽ നീ അള്ളാഹുവിനെ ചെയ്യുന്ന നന്ദിയിൽപ്പെട്ടതാണ്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വളരെ നിസ്സാരമായിട്ട് ഞാനും നിങ്ങളും കാണുന്ന ഇത്തരം പ്രവൃത്തികൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നാം ചെയ്യുന്ന വലിയ പുണ്യമായിട്ട് റബ്ബ് കരുതുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, ഒരുപാട് ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ പിന്നിലാണ്. എന്നിട്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്ത് പറയും, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇല്ലം തഖ്ദിർ, ഇനി ഇതിനൊന്നും നിനക്ക് കഴിയുന്നില്ല. നിന്റെ പള്ളിയിൽ കയറിയപ്പോൾ ആ പള്ളി വൃത്തിയാക്കാനുള്ള ആരോഗ്യം പോലും നിനക്കില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ട് റക്അത്ത് ളുഹാ എങ്കിലും നീ നിസ്കരിച്ചേക്കണേ. 360 ജോയിന്റുകൾ. ഇന്ന് രോഗമില്ലാത്ത ആരുമില്ല. ഒന്നുകിൽ കൈവേദന, അല്ലെങ്കിൽ കാലുവേദന, അല്ലെങ്കിൽ പെടലി വേദന, അല്ലെങ്കിൽ ഷുഗർ, കൊളസ്ട്രോൾ. ഈ രോഗം ഒക്കെ നമുക്ക് വരാനുള്ള കാരണം മഹാന്മാര് പഠിപ്പിക്കുന്നു. നമ്മൾ പറയും നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതൊക്കെ ശരിയാവാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോ, ഈ ഫാസ്റ്റ് ഫുഡും ആരോഗ്യങ്ങളും വർത്തമാന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം തന്ന അള്ളാഹുവിനോട് കടുത്ത നന്ദികേട് കാണിക്കുമ്പോഴാണ് ഇതല്ല, ഇതിന്റെ അപ്പുറം രോഗങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ശരിയല്ലേ? നമ്മളെത്ര നന്ദി കാണിക്കുന്നുണ്ട്. ഒരു കാറെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു ചുരുങ്ങി പറഞ്ഞ 2 വീലറെങ്കിലും വീട്ടിലുണ്ടാവാത്ത ആൾക്കാർ ഇന്ന് ആരാണുള്ളത്? എല്ലാ അനുഗ്രഹവും റബ്ബ് തന്നില്ലേ? കണ്ണ് തന്നില്ലേ? കാത്, മൂക്ക്, ചെവി, എന്തെല്ലാം അള്ളാഹു അനുഗ്രഹം. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ ആ പടച്ചോനെ അങ്ങട്ട് ശരിക്കും അങ്ങോട്ട് മറന്നു കളയാണ്. തോന്നുമ്പോൾ അങ്ങോട്ട് പള്ളി വരും, നിനക്ക് സൗകര്യമുള്ളപ്പോ നീ നിസ്കരിക്കും, നിനക്ക് ആനന്ദം തോന്നുമ്പോ നീ ചെയ്യും. ഇതൊന്നും അല്ല. നിനക്ക് റബ്ബിന് നന്ദി ചെയ്ത് കൃത്യമായിട്ട് അവനെ ഓർത്ത് ജീവിച്ചില്ല എങ്കിൽ നിനക്ക് അള്ളാഹു മാരകമായ രോഗങ്ങൾ തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇൻ അദാബി ലശദീദ്. അല്ലാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളും, അല്ലാഹു തന്ന എല്ലാ സൗഭാഗ്യങ്ങളും, അല്ലാഹു തന്ന എല്ലാ സന്തോഷങ്ങളും അർമാദിച്ച് ആസ്വദിച്ച് സുഖിച്ച് രസിച്ച് ജീവിക്കുന്ന മനുഷ്യ, ആ റബ്ബിന് നീ നന്ദി ചെയ്തില്ല എങ്കിൽ നിനക്ക് അല്ലാഹു ശിക്ഷ തരുമെന്ന് ഖുർആൻ. അവസാനിപ്പിക്കാൻ അല്ലാഹു നിസ്സാര സമയം മതി. അതല്ലേ എത്രയോ കോടാനുകോടീശ്വരന്മാർ പെട്ടെന്ന് വരെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നു, രോഗികളാകുന്നു, ഹോസ്പിറ്റലിലാകുന്നു. ചെറിയ ചെറിയ രോഗങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ അല്ലാഹുവിന് എന്തെങ്കിലും നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ് ലക്കും ഫീഹാ ഖൈർ. നിങ്ങൾക്ക് നാം മൃഗങ്ങളെ തന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായിട്ടാണ്. ഉളുഹിയ്യത്തിന്റെ മൃഗങ്ങളെ പറ്റിയിട്ട് അല്ലാഹ് പറയാണ്, ലക്കും ഫീഹാ ഖൈർ, നിങ്ങൾക്കതിൽ നന്മയുണ്ട്. ഫദ്കുറുസ്മല്ലാഹി അലൈഹാ സ്വവാഫാ, നിങ്ങൾ നിരത്തിയതിനെ നിർത്തിയിട്ട് റബ്ബിന്റെ നാമത്തിൽ അതിനെ അറവ് നടത്തിക്കൊള്ളൂ. فإذا وجبت جنوبها فكلوا منها وأطعموا القاني والمعتر. മൃഗം വന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഭക്ഷിച്ചുകൊള്ളൂ. ഫക്കീറുകൾക്കും മിസ്കീനുകൾക്കും അത് വിതരണം ചെയ്യൂ. കദാലിക സഖർനാഹാ ലക്കും, അപ്രകാരമാണ് നാം നിങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത്. എന്തിനെന്നറിയോ? ലഅല്ലക്കും തഷ്കുറൂൻ, നന്ദിയുള്ളവരാവാൻ വേണ്ടി. മകളുടെ കല്യാണം വരുമ്പോ, മകന്റെ കല്യാണം വരുമ്പോ, വീട് പണി വരുമ്പോ കോടാനുകോടികൾ മുടക്കിയിട്ട് അത്യാഡംബര കല്യാണ സൗധങ്ങൾ ഇവിടെ നടത്തുന്ന വർത്തമാന കാലഘട്ടത്തിലെ നമ്മളെ നാട്ടുകാര് ഒരു ഉളുഹിയ്യത്ത് വരുമ്പോൾ അവർ പിന്മാറുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന കടുത്ത നന്ദികേടാണ്. മട്ടനും ചിക്കനും ബീഫും വെച്ചുകൊണ്ട് മക്കളെയും വീട്ടിന്റെയും പരിപാടികൾ ഗംഭീരമായിട്ട് നടത്തുന്നവർ ഒരു ഉളുഹിയ്യത്ത് വന്നാൽ ഒരു ഷെയർ പോലും കൂടാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ സഹോദരാ, നിന്റെ സമ്പത്തിൽ എന്തോ വലിയ പരാജയങ്ങൾ വരാനുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ്.
യാതൊരു തർക്കവുമില്ല. ആണ് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു പറഞ്ഞാണ്, നിനക്ക് ഞാൻ തന്നിരിക്കുന്നത് നിനക്ക് തന്നെ സ്വന്തം അറക്കത്തിൽ 24 അവർ തിന്നുകൊണ്ടിരിക്കാനല്ല. വർഷത്തിൽ ഒരിക്കൽ നീ അള്ളാഹ്ക്ക് വേണ്ടി അറക്ക്, എന്നിട്ട് നീ സ്വതക്ക ചെയ്യും. പാവപ്പെട്ട ഫക്കീറിന്, മിസ്കീന്. ഇത് നിർബന്ധമായിട്ട് നമ്മൾ പങ്കാളികളാവണം. അബൂ ഹാത്തം റളിയല്ലാഹു അൻഹു എന്ന മഹാനായ ഒരു മനുഷ്യനുണ്ട്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയാണ്, യസ്തദീനു വയസൂഖുൽ ബുദ്നാ, കടം വാങ്ങിയിട്ട് ഉളഹിയത്ത് അറുക്കുമായിരുന്നു അബുൽ ഹാത്തം എന്നവർ. പൈസ കയ്യിൽ ഉണ്ടാവില്ല ആ സമയത്ത്, മറ്റുള്ളവർക്ക് കടം വാങ്ങും, അല്ലെങ്കിൽ ആ പൈസ മറ്റുള്ള ഏൽപ്പിച്ചിട്ട് പൈസ പിന്നെ തരാന്ന് പറയും. ആര്? ഈ അബുൽ ഹാത്തം. ചോദിക്കപ്പെട്ടു, തസ്തദീനു വതസൂഖുൽ ബുദ്നാ, എന്തിനാണ് അബുൽ ഹാത്തം നിങ്ങൾ ഇങ്ങനെ കടം വാങ്ങുന്നത്? ഉളഹിയത്ത് അറുക്കാൻ. സുന്നത്തായ കർമ്മമല്ലേ, അതില്ലെന്ന് ഓർത്ത് ശിക്ഷയൊന്നുമില്ലല്ലോ, നിങ്ങളത് വിട്ടുകളഞ്ഞാ പോരെ. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഇന്നി സമീഅതുല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ലക്കും ഫീഹാ ഖൈർ, അതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് നന്മയുണ്ടെന്ന് അല്ലാഹ് പറഞ്ഞതാണ്. ആ നന്മ ചെറിയ കാര്യമല്ല. എല്ലാ നന്മകളും ഒരു ഉളഹിയത്തിന് ശേഷമുള്ള അടുത്ത ഉളഹിയത്ത് വരെ ആ ഉളഹിയത്തിൽ പങ്കെടുക്കുന്നവർക്ക് അള്ളാന്റെ ഭാഗത്തുള്ള എല്ലാ നന്മകളും ഉണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആരെങ്കിലും ഒക്കെ കഴിവുള്ളവര് മാറി നിൽക്കുന്നവരെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ്, നിങ്ങളുടെ കയ്യിൽ ഉള്ളത് പ്രകാരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഉളഹിയത്തിന് പങ്കാളിയാവാം. അല്ലാഹു നമുക്ക് അതിന് തൗഫീക്ക് തരട്ടെ. ഇപ്പൊ തന്നെ 10-25 സെന്റ് എന്റെ ആവശ്യത്തിനകത്തില്ല എന്ന് ആരും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. നമുക്ക് നമ്മളെ നഫ്സ്, നമ്മളെ ശരീരത്തിന്റെ ശ്രേഷ്ഠതയും ഫളായിലൊക്കെ ഞാൻ എപ്പോഴും എല്ലാ വർഷവും ഇത് പറയുന്നത് കൊണ്ട് ആവർത്തന വിരസതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നും പറയുന്നില്ല. അള്ളാഹു മനസ്സിലാക്കാനും അത് പ്രവർത്തിക്കാനുമുള്ള ബുദ്ധിയും ബോധവും. നിനക്ക് നടക്കാൻ കഴിവുണ്ടോ? നിനക്ക് വണ്ടിയിൽ കയറാൻ കഴിയും. 5 വക്കത്ത് ബാങ്ക് കേൾക്കുമ്പോൾ പള്ളി വന്ന് നിസ്കരിക്കണം. നീ അള്ളാഹിനോട് കാണിക്കുന്ന നന്ദിയാണ്. അവ നടക്കാനും ഇരിക്കാനും കഴിവുണ്ട്. ഒട്ടും കഴിവില്ലാത്ത കാരണവന്മാര് പള്ളി വരുന്നു, ചെറുപ്പക്കാരന്മാരെ പള്ളി വരുന്നില്ല. കരുതിയിരുന്നോളം ഒരു ചെറിയ രോഗം നിനക്ക് അള്ളാഹു വെച്ചിട്ടുണ്ട്, അത് തരിക തന്നെ ചെയ്യും. അള്ളാഹു കാക്കുമാറാവട്ടെ. എന്തുകൊണ്ട്? അള്ളാഹ് പറഞ്ഞിട്ട് ഖുർആനിൽ നന്ദികേട് കാണിച്ചാൽ നിനക്ക് ഞാൻ പള്ളി തരുമെന്നുണ്ട്. അള്ളാഹു വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. അതുകൊണ്ട് നമ്മൾ 360 ജോയിന്റുകൾക്കുള്ള സദക്ക അള്ളാഹു വെറുതെ തന്നതല്ല, അള്ളാഹു നമ്മളെ വ്യക്തമായിട്ട് പരീക്ഷിക്കാൻ വേണ്ടി തന്നെ തന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, യാ ഫാത്തിമ ഖൂമി ഇലാ ഉൽഹിയത്തികി ഫശ്ഹദിഹാ. മോളെ ഫാത്തിമ, ഉൽഹിയത്ത്, നിന്റെ ഉൽഹിയത്ത് അറുക്കുമ്പോൾ നീ വന്നത് കാണണേ ഫാത്തിമ. فإن لك بأول قطرة تقطر من دمها أن يغفر لك ما سلف من ذنوبك. ഫാത്തിമ, ആ ഉളഹിയത്തിന്റെ മൃഗത്തിന്റെ അറവയുടെ ആദ്യ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പേ നിന്റെ പാപങ്ങൾ അല്ലാഹ് പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ബലിമൃഗത്തെ വാങ്ങുന്നവർ ന്യൂനതകളില്ലാത്തതിനെ വാങ്ങണം, നല്ല മാംസമുള്ളതിനെ വാങ്ങണം, നല്ല ഭംഗിയുള്ളതിനെ വാങ്ങണം. നല്ല എന്തെങ്കിലും ഒരു ന്യൂനത. അപ്പൊ കഴിഞ്ഞ ഒരാൾ ഒരു ദിവസം വിളിച്ചു വെച്ചാൽ എന്റെ മണിയില ഇതിന്റെ ഭാഗം 2ആയിട്ട് കട്ടാക്കിയിരിക്കണം. അപ്പൊ അത് ന്യൂനതയിൽപ്പെട്ടതല്ലെങ്കിലും നിനക്ക് ന്യൂനത എന്ന് തോന്നുന്നതിനെ നീ ഒഴിവാക്കിയിട്ട് നല്ല അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണമല്ലേ. കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുമ്പോൾ അതെങ്കിലും സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ മോശമായ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്ന ഏറ്റവും നല്ല ഡ്രസ്സ് എടുക്കും. എന്തുകൊണ്ട്? എന്റെ മകന്റെ കല്യാണമാണ്, മാഷാ അല്ലാഹ്, അതിനേക്കാൾ ഗംഭീരാവണ്ടേ അള്ളാഹ്. നിസ്കരിക്കാൻ വരുമ്പോ ഏതെങ്കിലും തോന്നിയ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് കയ്യിലേക്ക് കൊടുത്ത്, ഏതെങ്കിലും ചീഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് നിസ്കരിക്കാൻ വരും. കല്യാണത്തിൽ പോകുമ്പോ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഡ്രസ്സൊക്കെ ഇട്ടു. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇടങ്ങാതെ അള്ളാന്റെ മുമ്പിൽ വരുമ്പോൾ ഏറ്റവും നല്ല ഡ്രസ്സ് ഇടേണ്ടത്. അപ്പൊ ഏതോ കീറിയ പാന്റ്, കീറിയ ഉടുപ്പ്, ചന്തയിൽ പോകുന്ന ഡ്രസ്സ് അതൊക്കെ ഇട്ടുണ്ട് വരും. അള്ളാഹ്ക്ക് അത് പൊരുത്തമല്ല. മഹാന്മാരൊക്കെ ഒരു ഡ്രസ്സ്, ഏറ്റവും കൂടിയ ഡ്രസ്സ് മാറ്റിവെച്ചേക്കും, ഹാങ്ങറിൽ തൂക്കിയിട്ടേക്കും, നിസ്കരിക്കുക മാത്രം ഇടാൻ. നമ്മൾ ഏറ്റവും കുറഞ്ഞിട്ടുണ്ടാ പള്ളി. നിങ്ങൾ വെള്ളിയാഴ്ച വരുമ്പോ നല്ല വെള്ളയൊക്കെ ഇട്ട് നല്ല ഗംഭീര തൊപ്പിയൊക്കെ വെച്ച് ഭംഗിയായിട്ട് പോവാം. അള്ളാഹ്ക്ക് അതുപോലെ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് പറയുന്നത് വെറുതെ അല്ല. ഹസൻ ബസ്രി റഹിമഹുല്ല പറയുന്നു, ഇന്നല്ലാഹ ലയുമത്തിഉ ബിന്നിഅമതി മാ ശാഅ. അല്ലാഹു കുറേ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? തന്നിട്ടുണ്ടല്ലോ. അള്ളാഹ് തന്നെ പറഞ്ഞില്ലേ, നീ തഅദ്ദു, ഉടങ്ങാതെ നീ എണ്ണി നോക്ക്.
എണ്ണി നോക്കുമ്പോൾ കണ്ണുണ്ട്, കരളുണ്ട്, കാതുണ്ട്, ഹൃദയമുണ്ട്, തലച്ചോറുണ്ട്. സുബ്ഹാനല്ലാഹ്, അവയവത്തിന്റെ മൂല്യം നിങ്ങൾക്കറിയണോ? ഇന്ത്യൻ രൂപയിൽ ഒരു ഹൃദയം മാറ്റിവെക്കണമെങ്കിൽ ഒരു ഹൃദയത്തിന്റെ വില 8 കോടി മുതൽ 10 കോടി വരെയാണ്. ഹൃദയത്തിന്റെ വില ചുമ്മാ ഒന്നിരിക്കുന്ന സാധനമില്ലേ, വില കേടുമ്പോഴും അറിയാവൂ. അള്ളാഹു കാക്കുമാറാവട്ടെ. ഹൃദയത്തിനാണെങ്കിൽ 8 കോടി, കരളിനാണെങ്കിൽ 4 കോടി മുതൽ 5 കോടി വരെ. ഒരു കരൾ മാറ്റി വെക്കാൻ പറഞ്ഞാൽ ആളുകൾ തെണ്ടുകയാണ് വഴിയോരങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് തന്നതിന്റെ വില ഞാൻ നിങ്ങളും ഒന്ന് മനസ്സിലാക്കി. എനിക്ക് പൈസ ഇല്ല, എനിക്ക് അവനെ പോലെ വീടില്ല, ചങ്ങാതി കോടാനും മുതലാ നമ്മുടെ കയ്യിരിക്കുന്നത്. നിന്റെ കിഡ്നിക്ക് 1.5 കോടി മുതൽ 2 കോടി വരെ വരും ഇന്ത്യൻ വിലയാണ്. ശ്വാസകോശത്തിനോ 2.5 കോടിയാണ്. 2.5 കോടി മുതൽ 3.5 കോടി വരെ കോർണിയ. ഇതിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മൊത്തം വെച്ച് നോക്കുമ്പോ ഒരു 10-30 ലക്ഷത്തിന്റെ 10-30 കോടിയുടെ വില വരുന്ന അവയവങ്ങൾ നിനക്കുണ്ട്. അല്ലാഹ് പറഞ്ഞു, ഇൻ തഉദ്ദൂ നിഅമതല്ലാഹ്, ഞാൻ നിനക്ക് തന്ന അനുഗ്രഹങ്ങളെന്നോ എണ്ണി നോക്കു മനുഷ്യ. ലാ തുഹ്സൂഹാ. ഞാൻ ഈ കോടികളുടെ കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിസ്സാരമായിട്ട് തോന്നുന്നു. നമ്മൾ ഈ വലിച്ചു വിടുന്ന ശ്വാസത്തിന്റെ വില സുബ്ഹാനല്ലാഹ്. നമ്മൾ ടെസ്റ്റ് പോകുമ്പോൾ അതിന്റെ വില അറിയാം, അല്ലെങ്കിൽ ആസ്റ്റർ മെഡിസിറ്റി പോയിട്ട് ഓക്സിജൻ വെക്കുമ്പോൾ അറിയാം മിനിറ്റിന് വില മേടിക്കുന്ന ഈ ശ്വാസോച്ഛ്വാസത്തിന്റെ വില. അള്ളാന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ മടിയുള്ളവരെ, നിസ്കാരത്തിന്റെ ബാങ്ക് കേൾക്കാത്തവരെ, പാവപ്പെട്ടവന്റെ വേദനകൾക്ക് അറിയാത്തവരെ അല്ലാഹ് വെറുതെ വിടൂല. ഇന്ന അദാബീ ലശദീദ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ള ചെറിയ നന്മ, ഒരു മൈന്യൂട്ടായിട്ടൊരു നന്മയാണ്. അവസരം കിട്ടിയാൽ ചെയ്തേക്കണം. വഴിയിൽ അഴുക്ക് മാറ്റലല്ല, ഒരാളെ നോക്കി പുഞ്ചിരിക്കല്, ഒരാളെ ഒന്ന് സഹായിക്കല്, ഒരാളുടെ വിഷമത്തിൽ പങ്കെടുക്കല്, മറ്റുള്ളവരുടെ വെറുപ്പങ്ങ് മാറ്റിക്കല്. ആയുസ് കുറഞ്ഞതേ ഉള്ളൂ, അല്പം ആയുസേ ഉള്ളൂ. പരസ്പരം അടിയും ഭിന്നതയും കുടുംബവും തകർക്കലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആർക്കു വേണ്ടി? വൈരാഗ്യങ്ങൾ. എത്ര നാള് ജീവിക്കും? എത്ര നാള് ദുനിയാവിൽ ജീവിക്കും? ആരോഗ്യം ഉള്ള കാലം വരെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സഹോദര. അതുകൊണ്ട് ഉള്ള സമയം പടച്ചോനെ ഒന്ന് ഓർത്ത്, അള്ളാനെ ഒന്ന് ഓർത്ത്, ഒന്ന് മനസ്സ് ഒന്ന് നന്നാക്കി, ഉള്ള നന്മകൾ ചെറുതാണെങ്കിലും അത് ചെയ്ത് മനുഷ്യനെ എല്ലാവരെയും സഹായിച്ച് നന്മകൾ ചെയ്ത് പടച്ചോനെ തൃപ്തിപ്പെട്ട ജീവിതം. നിസ്കാരം കളാക്കാതെ അവല് ഭക്തി നിസ്കരിച്ച് പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്ത് ആർക്കും ഒരു ഉപദ്രവകാരിയാവാതെ ജീവിക്കുക. അതിനാണ് വിശുദ്ധമായ പെരുന്നാളും അറഫയും നമുക്ക് നടന്നു വരുന്നത്. എന്താണ് അറഫ? അറഫ എന്ന് പറയുമ്പോൾ എല്ലാം പിന്നെ ആ സമയത്ത് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന അറഫയുടെ പ്രതിഫലമാണ്. എന്നിട്ട് അറഫയുടെ സംഭവം നിങ്ങൾ കേട്ടോണം. അറഫ എന്ന് പറയുന്നത് തിരിച്ചറിവിന്റെ ദിവസമാണ്. തിരിച്ചറിയാൻ നമ്മൾ തിരിച്ചറിയണം. 2 വസ്തുക്കളെ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ, 2 കാര്യങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ഞാനല്ലയോ നിങ്ങളുടെ റബ്ബെന്ന് ചോദിച്ച ദിവസമാണ് അറഫ. ആദം നബിയുടെ സന്താന പരമ്പരകളിലെ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ അർവാഹുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹ് ചോദിക്കുന്നുണ്ട്, അലസ്തു ബിറബ്ബിക്കും, മനുഷ്യരേ നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ? ബലാ ബലാ, അതെ അല്ലാഹ് നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്. സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ ദിവസമാണ് അറഫ. അല്ലാഹനെ ഒന്ന് തിരിച്ചറിയാം. അല്ലാഹ് ആരാ? എനിക്ക് നിങ്ങൾക്കും ആ പടച്ചോ മാത്രമല്ലേ ഉള്ളൂ. സങ്കടം വരുമ്പോ ശക്തമായ പനി വന്ന് പനി അങ്ങട്ട് ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയിട്ട് മാറുന്നില്ല, മെഡിക്കൽ ടെസ്റ്റിൽ പോയിട്ട് മാറുന്നില്ല, എവിടെ പോയിട്ടും പനി അങ്ങട്ട് കുറയുന്നില്ല. പാപ്പുണ്ട്, ഉമ്മുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാരും ചുറ്റും നിൽക്കുകയാണ്. വിളിക്കാൻ ആരാ ഉള്ളത്? പടച്ചോനെ ഒന്ന് മാറ്റിത്താ അല്ലാതെ ആരുണ്ട് എനിക്ക് നിങ്ങൾക്ക്? നിങ്ങൾ പറ. സർവ്വതും നശിച്ചാലും സർവ്വതും ഇല്ലാതായി പോയാലും എനിക്ക് എന്റെ റബ്ബുണ്ടെന്നുള്ള തിരിച്ചറിവാണ് അറഫ നമുക്ക് നൽകുന്നത്. രണ്ടാമത് അറഫ അറിയേണ്ടത് എങ്ങനെയെന്നറിയോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിയെ തിരിച്ചറിഞ്ഞ ദിവസമാണ് അറഫ ദിവസം. അതാണ് ദുൽഹിജ്ജ് 9 അറഫ. മനുഷ്യരെ തിരിച്ചറിയണം, സങ്കടങ്ങൾ അറിയണം, നൊമ്പരങ്ങൾ അറിയണം, പാവപ്പെട്ടവനെ അറിയണം,
നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന പണിക്കാരുടെ സങ്കടങ്ങൾ അറിയണം. നമ്മള് പരസ്പരം നമ്മുടെ മനസ്സുകൾ അറിയണം. നിങ്ങൾ അടുത്തിരിക്കുന്നവൻ ചിലപ്പോ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവൂല, അവൻ പട്ടിണിയായിരിക്കും. അവനെ അറിയാതെ, അവനെ തിരിച്ചറിയാതെ 1000 ഹജ്ജ് നീ ചെയ്താലും ഒരു ഹജ്ജ് പോലും അല്ലാഹ് സ്വീകരിക്കൂല. മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ ഗൗരവമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ബഹുമാനപ്പെട്ട സ്വഹാബി കടന്നു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട സ്വഹാബിയായ മഹാനായ പണ്ഡിതനായ സ്വഹാബി സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് കടന്നു വരുന്നത്. മുത്തുനബി തങ്ങളുടെ സദസ്സിൽ വന്നപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇടയ്ക്ക് കയറി വന്നപ്പോൾ ആരും സ്ഥലം കൊടുത്തില്ല. ഒരു കറുകറുത്ത സ്വഹാബി സ്ഥലം കൊടുത്തില്ല. ഉടനെ ഒരു വാക്കങ്ങ് പറഞ്ഞു, നിന്റെ ഉമ്മാടെ കറുത്ത ഉമ്മാന്റെ മോനല്ലേ നീ? ആ ഗുണമേ നീ കാണിക്കുള്ളൂ, ആ സ്വഭാവമേ നീ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞ പാടെ അള്ളാന്റെ റസൂല് ചോദിച്ചു, ആരാണ് അങ്ങനെ പറഞ്ഞത്? ആ സ്വഹാബിയുടെ ഉമ്മയെ പറഞ്ഞ ആളാണ് ഇങ്ങോട്ട് വരിക. തങ്ങൾ വിളിച്ചു, അനയാ റസൂലല്ലാഹ്, ഞാനാണ് നബി അങ്ങനെ പറഞ്ഞു പോയത്. സാബിത്തിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ള അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പ് തിരിച്ചു നിർത്തിക്കൊണ്ട് തോൾ തട്ടിയിട്ട് ചോദിച്ചു, നോക്കൂ സാബിത്തേ, ഇരിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നീ ഒന്ന് നോക്കൂ സാബിത്തേ. സാബിത്ത് നോക്കി. അങ്ങനെ മുഖങ്ങളിൽ നോക്കിയപ്പോ ചോപ്പും വെളുപ്പും കറുപ്പും കലർന്ന എല്ലാവരും ഉണ്ട് ആ കൂട്ടത്തിൽ. നബി തങ്ങൾ പറഞ്ഞു, സാബിത്തേ, ഫഇന്നക ലാ തഖ്ലലുഹും ഇല്ലാ ബിത്തഖ്വാ, നിനക്കൊരൽപ്പം വെളുപ്പ് കൂടി പോയതിന്റെ പേരിൽ സാബിത്തേ, ഇവരെക്കാൾ ശ്രേഷ്ഠ നിനക്കില്ല കേട്ടോ. ഇല്ലാ ബിത്തഖ്വാ, തഖ്വ കൊണ്ടല്ലാതെ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അപ്പോഴാണ് ഖുർആൻ ഇറങ്ങിയത്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു മക്കം ഫതഹിന്റെ വേളയില് ബാങ്ക് വിളിക്കാൻ മുത്തുനബി തങ്ങളെ കേറ്റുന്ന ഒരു രംഗമുണ്ട്. ബിലാൽ ഇർകഅ യാ ബിലാൽ ഹാദിഹിൽ കഅബത്തുൽ ഉൽയാ, കേറി ബാങ്ക് കൊടുക്കൂ ബിലാൽ. കറകറന്ന അബൂബക്കറുണ്ട്, ഉമറുണ്ട്, ഉസ്മാനുണ്ട്, അലിയുണ്ട്, സർവരുമുണ്ട്. കൊടുക്കാൻ പറഞ്ഞു ബിലാൽ. ആ സമയത്ത് മക്ക മുശ്രിക്കീങ്ങൾ പറഞ്ഞ വാക്ക് എന്തെന്നറിയോ? ഉസൈദ് ഇബ്നു അബിൽ ഐസ്, അത്താബ് ഇബ്നു ഉസൈദ് ഇബ്നു അബിൽ ഐസ് എന്ന് പറയുന്ന ഒരു മുശ്രിക്ക് പറയാ, അൽഹംദുലില്ലാഹില്ലദീ ഖബല അബീ ഹത്താ ലാ യറാ ഹാദൽ ഖൗം. ആരാണ് ഈ കാക്കക്കറമ്പനെ പിടിച്ച് മക്കയുടെ മുകളിൽ കയറ്റിയത്, കഅബാലയത്തിന്റെ മുകളിൽ കയറ്റിയത്? മുഹമ്മദിന് വേറെ ആളെ കിട്ടിയില്ലയോ? എന്റെ പൊന്നാര വാപ്പ മരണപ്പെട്ട് നന്നായി, ഇത് കാണേണ്ട ഗതികേട് എന്റെ വാപ്പാക്ക് വന്നില്ലല്ലോ. മറ്റേയാള് പറയാണ്, ആ വജദ മുഹമ്മദുൻ ഗൈറ ഹാദൽ ഖുറാബുൽ അസ്വദ് മുഅദ്ദിനാ, കാക്കക്കറമ്പനെ പോലെ ബിലാലിനെയാണോ മുഹമ്മദിന് കിട്ടിയുള്ളൂ? അബൂ സുഫിയാൻ മാത്രം പറഞ്ഞു, ഞാൻ ഒന്നും പറയുന്നില്ല, പടച്ചോന്റെ തീരുമാനമാണ്, എനിക്കൊന്നും പറയാനില്ല. അബൂ സുഫിയാൻ അതുകൊണ്ട് പിൽക്കാലത്ത് മുസ്ലിമായി എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. യാ റസൂലല്ലാഹ്, എന്ത് വർത്തമാനമാണ് നബിയേ ഇവർ പറയുന്നത്? സജറഹും അനിത്തഫാഖുരി ബിൽ അൻസാബി വത്തകാസുരി ബിൽ അംവാലി വൽ ഇസ്ദിറാഇ ബിൽ ഫുഖറാ. പാവപ്പെട്ടവരെ മേലെ ഒരു കുതിര കയറുകയാണോ നബിയെ? അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്തിറക്കി, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില. മനുഷ്യരേ, നിങ്ങളെല്ലാവരും ഒരു വാപ്പാടെയും ഉമ്മാടെയും മക്കളാണ് കേട്ടോ. നിങ്ങളെ വ്യത്യസ്ത നിറമാക്കിയത്, വ്യത്യസ്ത രൂപമാക്കിയത്, വ്യത്യസ്ത കുടുംബമാക്കിയത്, വ്യത്യസ്ത ഗോത്രമാക്കിയത് പരസ്പരം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇതുപോലെ വിശുദ്ധമായ മതം വേറെ ഏതുണ്ട്? ഇതുപോലെ വിശുദ്ധമായ മതം വേറെയതുണ്ട്. നമ്മുടെ പ്രബുദ്ധ കേരളം, സാക്ഷര സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ ജാതീയതയുടെ ആക്ഷേപം പറഞ്ഞാണ് 23 വയസ്സുള്ള ജിതിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ഇടിച്ചുകൂട്ടി കൊന്നു കളഞ്ഞത്. എത്ര കൊലപാതകങ്ങൾ!
ശുദ്ധമായ ഖുർആൻ എത്ര ഭംഗി. അറഫ എന്ന് പറഞ്ഞ നമ്മളുടെ ഇടയിലേ അവൻ ചെറിയ കുടുംബത്തിൽപ്പെട്ടവനാണ്, അവനാ മറ്റേ പിന്നെ കുറവന്റെ മോനാണ്, അല്ലെങ്കിൽ അവൻ ആ മുടിവെട്ടുകാരന്റെ മോനാണ്. ഇപ്പോഴും നമ്മൾ പറയാറില്ലേ പലപ്പോഴും. എന്തടിസ്ഥാനത്തിൽ ആരാണ് പ്രമാണി? അങ്ങനെ ഒന്നില്ല ഇസ്ലാമിൽ. വ്യക്തമായി ഏത് നബിതങ്ങളാണ് ഖുറൈശി കുലത്തിൽപ്പെട്ട ഉന്നത കുലജാതൻ കറുത്ത വർഗ്ഗക്കാരനായ ബിലാലിനെ കയറ്റിയെങ്കിൽ അതിനേക്കാൾ ഒരു ഉദാഹരണം വേറെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ആണ് മാർട്ടിൻ ലൂതർ കിങ് 1963 വാഷിംഗ്ടണിൽ പ്രസംഗം നടത്തുന്നുണ്ട്. ഐ ഹാവ് എ ഡ്രീം ദാറ്റ് വൺ ഡേ ദിസ് നേഷൻ വിൽ റൈസ് അപ്പ് ആൻഡ് ലീവ് ഔട്ട് ദ ട്രൂ മീനിങ് ഓഫ് ഇറ്റ്സ് ക്രീഡ്. വി ഹോൾഡ് ദിസ് ട്രൂത്ത് ടു ബി സെൽഫ് എവിഡന്റ് ദാറ്റ് ഓൾ മെൻ ആർ ക്രിയേറ്റഡ് ഈക്വൽ. എല്ലാ മനുഷ്യരും തെരുവിൽ കിടക്കുന്ന പാവപ്പെട്ടവന്റെ വേദനകൾ കണ്ട കറുത്ത വർഗ്ഗക്കാരനായ മാർട്ടിൻ ലൂതർ കിങ് അദ്ദേഹം പറഞ്ഞാണ്, എല്ലാ ജനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുകയാണ്. വിശുദ്ധ ഇസ്ലാമിനല്ലാതെ കാഴ്ചവെക്കാൻ കാണിട്ടുണ്ട്. അതിലെ കുമാരനാശാൻ പാടിയത്, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയെപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോർ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ട ഈ വൃത്തികെട്ട ഉച്ചനീചത്വങ്ങളെ തൊണ്ടിക്കാണി ഇന്നും ഉണ്ടല്ലോ പല സമുദായങ്ങളിലും. ഉത്തരേന്ത്യയിലേക്ക് അടിച്ച് പറക്കി കൊല്ലുകയാണ് ഈ അഗസ്തിത വർഗങ്ങളെ. ഇസ്ലാം പറഞ്ഞു ഇല്ല, മനുഷ്യരെ കറുകറുത്ത ബിലാലിനെയും വെളുവെളുത്ത സൽമാനെ വിളിച്ചു, ഒരൊറ്റ പാത്രത്തിൽ ഇരുന്ന് കഴിക്കേ, നിങ്ങളുടെ കറുപ്പും വെളുപ്പും കൈ ഒരേ പാത്രത്തിൽ നീളട്ടെ, കഴിക്കൂ. സംഭവിക്കട്ടെ, ആകാശം ഇടിഞ്ഞു വീഴുമെങ്കിൽ ഇടിഞ്ഞു വീണോളട്ടെ. നമ്മൾ പരസ്പരം തിരിച്ചറിയ സഹോദരങ്ങളെ. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 6 കാലിൽ വന്ന് മയ്യത്ത് കെട്ടിപ്പിടിക്കുന്ന എനിക്കും നിങ്ങൾക്കും വെറുപ്പുള്ള ആൾക്കാരായിരിക്കും. കുറെ ആൾക്കാരിങ്ങനെ നമ്മുടെ മയ്യത്ത് കൊണ്ടുവരുമ്പോ സിസ്റ്റം എങ്ങനെയാണ്? ഇവിടെ കുറെ ആൾക്കാർ നിൽക്കും, മയ്യത്ത് ചുമന്നോടെ കൊണ്ടുവരും, കുറെ ആൾക്കാരൊന്ന് പിടിക്കും. ആരാ പിടിക്കണേ? എന്റെ നിങ്ങളുടെ മയ്യത്ത് കെട്ടിൽ ആരെങ്കിലും ഇന്നൊരു ഇവന്റെ മയ്യത്ത് ഞാൻ പിടിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് പരസ്പരം ഈ അറഫയിലും ഈ പെരുന്നാളൊക്കെ വരുമ്പോ മുത്തുനിബിതങ്ങളും നീണ്ടുപോകും. ഞാൻ നിർത്തുകയാണ്. മുത്തുനിബിതങ്ങൾ അറഫ ദിവസത്തിൽ പറയുന്നൊരു വല്ലാത്ത സംസാരമുണ്ട്. പടച്ച റബ്ബേ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ലാ യഹില്ലു ലിമുസ്ലിമിൻ അംസാ ഖാതിർ റഹിം യുജാലിസനാ. അറഫ ദിവസമാണ്, ദുആകൾ അല്ലാഹു തട്ടിക്കളയാത്ത ദിവസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മുസ്ലിം പോലും ഇവിടെ ഇരുന്ന് പോകരുതേ. ദുആ ചെയ്യാൻ പോവാണ്, അറഫയാണ്. അന്ന് ദുആ ചെയ്താൽ എന്റെ ദുആ സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന ആശങ്കയുള്ളവനാണ് ഏറ്റവും കൊടും പാപി. അന്ന് ദുആ സ്വീകരിക്കാത്ത ഒരാളുമില്ല. ആ ദിവസമാണ് റസൂലുള്ള പറയുന്നത്, കുടുംബ ബന്ധം മുറിച്ചവനുണ്ടോ എഴുന്നേറ്റ് പോകൂ, ഇവിടെ ഇരിക്കാൻ അവന് സ്ഥാനമില്ല. അവനുണ്ടെങ്കിൽ അറഫയാണെങ്കിലും മക്കയാണെങ്കിലും മദീനയാണെങ്കിലും അവനുള്ള സ്ഥലത്തെ ദുആ അല്ലാഹു കബൂലാക്കൂല. ജുമഅയ്ക്ക് വന്നവരെ, ഈ കൂട്ടത്തിൽ പള്ളിയിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ? നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരിപ്പിടം ഈ പള്ളിക്ക് ശാപമാണ്. പള്ളിക്ക് ശാപമാണ്. അല്ലാഹു അടുപ്പിക്കൂല. ഒരൊറ്റ ദുആ പോലും കേൾക്കൂല. ഇനി തങ്ങൾ വന്ന് ദുആ ചെയ്താലും. നബി തങ്ങളാ പറയുന്നത്. ഇത് കേട്ടപ്പോ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോവുകയാ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന്. കുറച്ചു കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. യാ ഫുലാൻ മാലക യാ ഫുലാൻ, നിനക്ക് എന്താ പറ്റി എന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, എന്റെ ഒരു അമ്മായിയുമായിട്ട് ചെറിയ പിണക്കമുണ്ടെന്നൊരു തോന്നൽ എനിക്ക് വന്നു, ഞാൻ പോയി ശരിയാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, അഹ്സൻത യാ ഹാദാ അജ്ലിസ് ലൈനാ. എന്നിട്ട് റസൂൽ എന്ന് പറഞ്ഞു, ഫഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖാതിഉർ റഹിം വലാ ഖൗമിൻ ബൈനഹും. ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കുടുംബബന്ധം മുറിച്ചവർ ഒരു നാട്ടിലുണ്ടോ, ഒരു കുടുംബത്തിലുണ്ടോ, ഒരു വീട്ടിലുണ്ടോ, ഒരു പള്ളിയിലുണ്ടോ, ആ സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. അത് അറഫയാണെങ്കിലും മുസ്ദലിഫയാണെങ്കിലും ജംറയാണെങ്കിലും കഅബാലയമാണെങ്കിലും സഹോദരാ. അതുകൊണ്ട് കുടുംബബന്ധം മുറിച്ചിട്ട് ഹജ്ജിന് പോവണ്ട, കുടുംബബന്ധം മുറിച്ചിട്ട് നിസ്കരിക്കാൻ വരണ്ട, കുടുംബബന്ധം മുറിച്ചിട്ട് നീ ഒരു ദിക്റും ചെല്ലാൻ പോവണ്ട. കുടുംബക്കാരുടെ അടുക്കൽ ചെല്ലു, പാവപ്പെട്ടവന്റെ അടുക്കൽ ചെല്ലു. മനുഷ്യനെ ദ്രോഹിച്ചിട്ടാണ് നീ നിന്റെ നന്മകൾ ചെയ്യാൻ നീ വെമ്പൽ കൊള്ളുന്നതെങ്കിൽ കോടാനുകോടി നീ മുടക്കിയാലും അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ തിരിച്ചറിയൂ. മനുഷ്യത്വമാണ് അറഫ, മനുഷ്യത്വമാണ് വലിയ പെരുന്നാൾ, മനുഷ്യത്വമാണ് മുസ്ദലിഫ, മനുഷ്യത്വമാണ് കഅബ, മനുഷ്യത്വമാണ് ദീൻ, മനുഷ്യത്വമാണ് ഇസ്ലാം. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.